എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു മോഹം നടത്താനാണ് ഇന്ന് ഈ യാത്ര. ഇഷ വരെ ഒന്ന് പോകണം. വീട്ടിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരം, ഏകദേശം 4 മണിക്കൂർ യാത്ര. അത്രയും ദൂരം ഒരു ഡ്രൈവ്, കൂടെ ഈവനിങ്ങിൽ അവിടെ ചെലവഴിച്ച് ലൈറ്റ് ഷോയും കണ്ട് തിരിച്ചു പോരുക. അതാണ് പ്ലാൻ. ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി. വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ, ആലത്തൂർ വഴി നാഷണൽ ഹൈവേയിൽ കയറി പോകാനാണ് പ്ലാൻ. അതാണ് ഫാസ്റ്റസ്റ്റ് റൂട്ട് എന്നാണ് ഗൂഗിൾ അമ്മച്ചിയുടെ അഭിപ്രായം. യാത്ര EVയിലായതുകൊണ്ട് തന്നെ ചിലവ് കുറവാകുമെന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആകെ ചിലവ് അവസാനം പറയാം. ഞങ്ങൾ മാത്രമായ ഒരു കുഞ്ഞു യാത്ര പോയിട്ട് ഒരുപാട് നാളുകളായി. പലതും പ്ലാൻ ചെയ്യുമെങ്കിലും നടക്കാറില്ല. ഈ യാത്ര പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. വലിയ പ്ലാനൊന്നും ചെയ്യാത്തത് കൊണ്ടാവും ഇത് നടന്നത്. യാത്ര തുടങ്ങി അധികം കഴിഞ്ഞില്ല, കുഞ്ഞൂസ് ഉറങ്ങിപ്പോയി. അവളുടെ ഉറക്ക സമയമാണിത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും ഉറങ്ങണ്ടേ. രാത്രിയിലും ഉറക്കം കണക്കാണ്. ഫുൾ ടൈം കളി, അതാണ് അവളുടെ മെയിൻ അജണ്ട. പാലക്കാടൻ ഗ്രാമീണ സൗന്ദര്യം കുഞ്ഞൂസിന് മിസ്സായി. ആലത്തൂരിൽ നിന്നും NHലേക്ക് കയറി. NHൽ പാലം പണികളും ചില്ലറ മെയിൻ്റനൻസ് വർക്കുകളും നടക്കുന്നുണ്ട്. എന്നാലും ബ്ലോക്ക് ഒന്നുമില്ല, അതാണ് ഏക ആശ്വാസം. ചില ഭാഗങ്ങളിലെ റോഡ് കാണുമ്പോൾ എല്ലാ റോഡും ഇതുപോലെ ഭംഗിയായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും. ഭാവിയിലാകുമായിരിക്കും. തമിഴ്നാട് ബോർഡർ കടന്നപ്പോൾ മഴക്കാറുള്ളതുപോലെ ചെറിയൊരു ടെൻഷൻ ഞങ്ങൾക്ക് തുടങ്ങി. മഴ എങ്ങാനും പെയ്താൽ ഈ യാത്ര കുളമായി. ഇടയ്ക്ക് നിർത്തി ഒരു കാപ്പി കുടിച്ചു. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോന്നു. വിജനമായൊരു സ്ഥലം. അടച്ചുപൂട്ടിയ ഏതോ പ്ലാന്റിന്റെ ക്വാർട്ടേഴ്സാണ്. ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കുഞ്ഞൂസ് ഉറക്കമെഴുന്നേറ്റ് പേരയ്ക്ക കഴിക്കാൻ തുടങ്ങി. മൂപ്പർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണത്. എന്തോ ഞാൻ അത്ര വലിയ ഫാനല്ല അതിൻ്റെ. ഈ ഭാഗങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇനി വരുമ്പോൾ ചിലപ്പോൾ ഇവിടം കണ്ടാൽ മനസ്സിലാകില്ല. ഇപ്പോൾ പല ഭാഗങ്ങളിലും മെറ്റൽ വിരിച്ച റോഡ് മാത്രമാണുള്ളത്. ഇതാണ് തമിഴ്നാടിൻ്റെ ഭംഗി. ഈ പ്രദേശങ്ങളിലെ മെയിൻ ജീവിതമാർഗം കൃഷിയാണെന്ന് തോന്നുന്നു. പലതരം കൃഷികൾ, ഇടയിൽ വീട്, വളരെ അടുക്കും ചിട്ടയോടും കൂടി ഉള്ള കൃഷികൾ. ഗ്രാമീണ സൗന്ദര്യമെന്ന് വർഷ പുകഴ്ത്തി പറഞ്ഞു. ശരിയാണ്, ഇത് കാണുന്ന ഏതൊരാൾക്കും തോന്നും. ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്ന പല സാധനങ്ങളുടെയും ഉപഭോക്താക്കൾ നമ്മൾ മലയാളികളാകും. ഉറക്കച്ചടവൊക്കെ വിട്ട് കുഞ്ഞൂസ് പാട്ട് വെച്ച് ഡാൻസ് കളി തുടങ്ങി. ഏകദേശം ഞങ്ങൾ കണക്ക് കൂട്ടിയതുപോലെ 5 മണിക്ക് ഇഷ എത്തി. ശബരിമല സീസണൊക്കെ ആയതിനാൽ നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഫീ ആയി 30 രൂപ നൽകി കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു. വിശാലമായൊരു കളിസ്ഥലം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞൂസ്. അവിടെ മേഞ്ഞു നടക്കുന്ന പശുക്കളെ തൊടാൻ വാശി പിടിച്ച ഓട്ടം. ആഗ്രഹം സാധിപ്പിച്ച് ഞങ്ങളുടെ വഴിയെ വരുത്തി. ഇല്ലെങ്കിൽ ഇവളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. വളരെ കാലത്തെ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വർഷ. ഇഷയെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. നിങ്ങൾ വന്ന് അനുഭവിച്ചറിയുക, അതാണ് നല്ലത്. മെഡിറ്റേഷൻ സെൻറ്ററിലും മറ്റും ഒന്നും ഞങ്ങൾ പോയില്ല. കാരണം കുഞ്ഞൂസ് ഒതുങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഷോ മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. 7:20-നാണ് ലൈറ്റ് ഷോ. അതുവരെ ഇവിടെ നടന്നും ഇരുന്നും സമയം ചെലവഴിക്കാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഫുഡ് സ്റ്റാളുകളും സുവനീർ ഷോപ്പുകളും ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശമില്ലാത്തതിനാൽ സുവനീർ ഷോപ്പിലേക്ക് വിട്ടു. പലതരം സാധനങ്ങൾ കാണാം. അത്യാവശ്യം റേറ്റുമുണ്ട്. എന്നാലും പലരും വന്ന് വില ചോദിച്ചും വാങ്ങിയും പോകുന്നുണ്ട്. കുഞ്ഞൂസിനും വർഷയ്ക്കും വലിയ ഇൻട്രസ്റ്റ് കണ്ടില്ല. അതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് പോന്നു. ഇതെല്ലാം കണ്ട് ഓരോ ഐസ്ക്രീമും വാങ്ങി തിരിച്ചു നടന്നു. നല്ല കാളക്കുട്ടന്മാർ. ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. സമയം വൈകിയതുകൊണ്ടാവാം ഇപ്പോൾ ആരെയും കാണാനില്ല. തിരിച്ചു വന്ന് ലൈറ്റ് ഷോ കാണാൻ സ്ഥലം പിടിക്കണം. കൃത്യം 7:20-ന് ലൈറ്റ് ഷോ തുടങ്ങി. മുഴുവൻ ഉൾപ്പെടുത്തുന്നില്ല, നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്, ഞാനും. ലൈറ്റ് ഷോയുടെ അവസാനം മഴ ചാറാൻ തുടങ്ങി. വേഗം കാറിൽ കയറി തിരക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഞ്ചിക്കോടെത്തി കാറ് ചാർജിനിട്ടു. തൊട്ടടുത്ത ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. തിരിച്ചു വന്നപ്പോഴേക്കും 75% ചാർജ്. മതി, വീടെത്താൻ ഇത് മതി. ഇഷായാത്ര എന്ന മോഹത്തിന് ബായ് പറഞ്ഞു. ഈ യാത്രയ്ക്ക് ആകെ 2000 രൂപയോളമാണ് ചിലവായത്. ചാർജിങ്, ഫുഡ്, ടോള് എല്ലാം കൂടി. രാത്രി 12 മണിയോടുകൂടി വീട് പിടിച്ചു.